ഇപ്പോൾ ഇറ്റലി പോലത്തെ രാജ്യങ്ങളിൽ ഈ ഫാമിലി ബിസിനസ് വാട്ടർ ടൈറ്റായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ നേരിട്ട് കൊണ്ട് MD ആക്കില്ല. അവരെ പുറത്ത് കമ്പനികളിൽ വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് ആ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം അവർക്ക് സീറ്റ് കൊടുക്കുകയുള്ളൂ. ഈവൻ ഇഫ് ദ ഫാദർ ഈസ് ദ MD, ദ സൺ വിൽ നോട്ട് ബിക്കം MD അൺലെസ് ഈസ് ഗോട്ട് ദ മെറിറ്റ് ടു ഡു ദാറ്റ്. അവരെപ്പോഴും പർപ്പസാണ് റിലേഷൻ്റെ ഒക്കെ മേലെ വയ്ക്കുന്നത്. കമ്പനി നന്നായി നടക്കണം, കമ്പനി നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പർപ്പസ്. അതും അവനവൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് അവർ വിചാരിക്കില്ല. നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് അൺലെസ് യു ഏൺ ഇറ്റ്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പേഴ്സണാലിറ്റീസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സ്ട്രൈവ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ അതുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻസ് വളരെ കൂടുതലാണ്. അതായത് പാർട്ടീഷൻ, അച്ഛനും മക്കളും ഉണ്ട് വെച്ചാൽ മക്കൾക്കത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അംബാനിക്ക് തന്നെ കണ്ടില്ലേ, 2 പാർട്ടായി, ഒരു പാർട്ട് നന്നായില്ല, ഒരു പാർട്ട് നന്നായി. അതേ സമയത്ത് ഇങ്ങനെ ഡിവിഷൻ കൊടുക്കില്ല പലയിടത്തും. അവർ ആ കമ്പനി ബിസിനസ് അത് ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല. എത്ര ആൾ കൂടുതൽ വന്നാലും അവരതിൻ്റെ തന്നെ പാർട്ടായി മാറുകയാണ്. അപ്പോൾ ആ ബിസിനസ്സിന് ഒരു വളരെ റെസ്പെക്റ്റ്ഫുൾ കണക്ഷൻ ഉണ്ട്.